നമസ്കാരം. ഗ്രാമീൺ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. നവീകരിച്ച വലപ്പാട് ആശുപത്രിയിലെ ഡെന്റൽ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എഴുത്തുകാരി ജ്യോതി ശ്രീനിവാസന്റെ ഒറ്റമുറിയിലെ സൂര്യൻ എന്ന ആത്മകഥാ കുറിപ്പുകൾ പ്രകാശനം ചെയ്തു. വാർത്തകളിലേക്ക് വിശദമായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച വലപ്പാട് ആശുപത്രിയിലെ ഡെന്റൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി. വലപ്പാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.സി. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ചികിത്സ സൗജന്യമായി നൽകുന്നത് കേരളമാണ്. നമ്മുടെ 29 സംസ്ഥാനങ്ങളിൽ 28 സംസ്ഥാനങ്ങളെ പിന്തള്ളിക്കൊണ്ട് കേരളം ചികിത്സാ രംഗത്ത് എന്നുള്ളതല്ല, എല്ലാ രംഗത്തും 21 ഇനങ്ങളിൽ തന്നെ കേരളം 1ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് ലോകരാഷ്ട്രങ്ങളുമായിട്ടാണ് നമ്മുടെ സംസ്ഥാനം കടപിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാർ സംവിധാനത്തിലുള്ള മുഴുവൻ ആശുപത്രികളും പഴയതുപോലെയല്ല. കഴിഞ്ഞ 9 വർഷക്കാലമായി ആശുപത്രിക്കകത്ത് കൃത്യമായ ചികിത്സ കൊടുക്കുന്നൊരിടമായിട്ട് നമ്മുടെ ആശുപത്രി മാറി. ഏത് പരിശോധനയും നടത്താൻ ആവശ്യമായിട്ടുള്ള മിഷനറികൾ ഇറക്കുമതി ചെയ്തു. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.ബി. സുരേഷ് അധ്യക്ഷനായി. സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് നസീമ ഹംസ, ബ്ലോക്ക് മെമ്പർ സി.ആർ. ഷൈൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ.പി. അജയ് ഘോഷ്, ഡെന്റൽ സർജൻ ഡോക്ടർ ഗോപു ഹരിലാൽ, ആശുപത്രി സൂപ്രണ്ട് നസീമ ഹംസ എന്നിവർ സംസാരിച്ചു. അത്യാധുനിക ലാബ് സൗകര്യം, 51 തരം ലാബ് ടെസ്റ്റുകൾ, ഡിജിറ്റൽ എക്സ്റേ, ഫിസിയോതെറാപ്പി, പാലിയേറ്റീവ് സേവനം, റൂട്ട് കനാൽ ഉൾപ്പെടെയുള്ള ദന്ത ചികിത്സാ സംവിധാനം എന്നിവ ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. വാടനപ്പള്ളി ഇസ്രയുടെ കീഴിൽ തളിക്കുളത്ത് പ്രവർത്തിക്കുന്ന ഇസ്ര വിമൻസ് കോളേജിന്റെ 9ാമത് സന്നദ്ധാന സമ്മേളനം നടത്തി. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ ജമലുൽ ഐലി ചേളാരി ഉദ്ഘാടനം ചെയ്തു. ഇസ്ര പ്രസിഡന്റ് ബഷീർ റഹ്മാനി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടനപ്പള്ളി സന്നദ്ധാന പ്രഭാഷണം നടത്തി. ജലാൽ അഹ്സനി, റാഫി സഖാഫി, ഉസ്മാൻ മുസ്ലിയാർ, സുഹൈൽ സഖാഫി, നിസാർ സഖാഫി, ജംഷാദ് സഖാഫി, ഇസ്ര ട്രഷറർ ഹംസ ഹാജി, വൈസ് ചെയർമാൻ അബ്ദുൽ മജീദ് ഹാജി, പി.എസ്. മുഹമ്മദ് അലി, ആർ.എ. ഉവൈസ് എന്നിവർ സംസാരിച്ചു. ബിരുദദാന ഹാദിയ സംഗമത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഷഫല അധ്യക്ഷയായി. മാനേജർ സൽമ ഉദ്ഘാടനം ചെയ്തു. സൈദദ് ബുഷ്ര ബീബി, സൈദദ് ജുമൈല ജമലുൽ ഐലി എന്നിവർ സന്നദ്ധാനം നിർവഹിച്ചു. വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 14ാം വാർഡ് കമ്മിറ്റി കുടുംബസംഗമം ഐ നാരായണൻ നഗറിൽ നടത്തി. മുൻ എം.പി. ടി.എൻ. പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് മുബാറക് പള്ളിത്തോട്ടുങ്ങൽ അധ്യക്ഷനായി. മുൻകാല കോൺഗ്രസ് നേതാക്കളായ പുല്ലുവീട്ടിൽ രാമു, കേളു ആലിങ്ങൽ, കുഴിക്കണ്ടത്തിൽ അബ്ദുൽ സമദ്, കുഞ്ഞാത്തൻ ജനാർദ്ദനൻ എന്നിവരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം.എ. മുസ്തഫ അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരായ വേലുണ്ണി കുന്നത്ത്, പണിക്കവീട്ടിൽ അബൂബക്കർ, എ.കെ. മുഹമ്മദ്, അറക്കവീട്ടിൽ ഖദീജ എന്നിവരെ കുടുംബസംഗമത്തിൽ ആദരിച്ചു. ഡി.സി.സി. ജനറൽ സെക്രട്ടറി കെ.വി. അശോകൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ഡി.സി.സി. ജനറൽ സെക്രട്ടറി സി.എം. നൌഷാദ്, പി.എം. അഹമ്മദ് ഉണ്ണി, പി.കെ. രാമദാസ്, സിനിമാ സംവിധായകൻ ഇഷാന സമദ്, സി.എം. ശിവപ്രസാദ്, കെ.വി. സിജിത്ത്, സുഗന്ധിനി ഗിരീഷ്, സി.എം. രഘുനാഥൻ, പി.ഡി. ബെന്നി, ജിജു വൈക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സെന്റ് ഇഗ്നേഷ്യസ് കോൺഫറൻസ് മണലൂർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തുന്ന സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഈ മാസം 25 രാവിലെ 9 മണി മുതൽ 12 മണി വരെ മണലൂർ സാന്റ് ജോസ് ആശ്രമത്തിൽ നടക്കും. ക്യാമ്പിൽ തിമിര ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുന്ന രോഗികൾക്ക് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ സൗജന്യമായി ചെയ്തു നൽകും. ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 22 വരെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9447 92961111 എന്ന നമ്പറിൽ വിളിക്കുക. 4 ചുമരുകൾക്കുള്ളിൽ തളർന്നുപോയ ശരീരത്തിൽ ഉള്ളു ചുട്ടുപഴുത്ത മറ്റുള്ളവരിലേക്ക് നിലാവെളിച്ചത്തിന്റെ പ്രഭ ചൊരിയുന്ന എഴുത്തുകാരി ജ്യോതി ശ്രീനിവാസന്റെ
ഒറ്റമുറിയിലെ സൂര്യൻ എന്ന ആത്മകഥാക്കുറിപ്പുകൾ പ്രകാശനം ചെയ്തു. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഗോവിന്ദൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് വിഇഒ ജിഷ മുഹമ്മദിന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. സൂര്യൻ നമുക്കറിയാം, പ്രകൃതിയുടെ എല്ലാ ഊർജത്തിൻ്റെയും ഉത്ഭവസ്ഥാനമാണ് സൂര്യൻ. സൂര്യൻ, വെള്ളം, വായു, ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ വെള്ളത്തിനെയും വായുവിനെയും ഒക്കെ ഈ സമതുലന സ്ഥിതിയിൽ നിർത്തുന്നത് അദ്ദേഹമാണ്. പ്രകൃതിയുടെ ഊർജത്തിൻ്റെ സ്ഥിരകേന്ദ്രമായിട്ടുള്ള സൂര്യൻ. ആ സൂര്യൻ നമ്മുടെ സഹപാഠി, നമ്മുടെ എന്താ പറയുക, കൂട്ടായ്മയുടെ അംഗവുമായ ജോലിയുടെ ജീവിതത്തിൻ്റെ പ്രയാണങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, യാതനകളുടെ, ദുഃഖങ്ങളുടെ ഒക്കെ ആകത്തുകയായി ആ സൂര്യനെ വളർത്തിയെടുത്ത കഴിവാണ് ജോലിക്കുള്ളത്. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീജ ജയൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അനിൽ പെണ്ണുക്കര, എം ഇക്ബാൽ, AS ദിനേശ് എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരി ജ്യോതി ശ്രീനിവാസൻ മറുമൊഴി പ്രസംഗം നടത്തി. CPI നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടന്നു. തൃപ്പയാർ JC ഭവൻ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ചെമ്പട ഈ തലസ്ഥാന നഗരി വരെ എത്തി. അവസാനം റക്സ്ടാഗ് എന്ന് പറയുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ മുകളിൽ അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത ചെങ്കൊടി ഉയർത്താൻ സോവിയറ്റ് ചെമ്പട തീരുമാനിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകയും ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുകയും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്ത മനോഹരമായ ചിത്രമുണ്ട്. അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത ഒരു ചുവന്ന കൊടിയുമായി സോവിയറ്റ് ചെമ്പടയുടെ അഡ്മിറൽ ഈ റക്സ്ടാഗ് എന്ന് പറയുന്ന ബെർലിനിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ മുകളിൽ നിൽക്കുന്ന മനോഹരമായ കാഴ്ച നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. നമ്മുടെ പോസ്റ്ററുകളിൽ, മാഗസീനുകളിൽ പലപ്പോഴായി അത് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച് വന്നത് ലോകമഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തെ അവസാനിപ്പിക്കുന്നതിൽ, അവസാനം ഹിറ്റ്ലറുടെ പട്ടാളത്തെ പരാജയപ്പെടുത്തുന്നതിൽ അമേരിക്കയും ഇംഗ്ലണ്ടും സോവിയറ്റ് യൂണിയനും ഒക്കെ അണിനേർന്ന അച്ചുതണ്ടാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. പക്ഷേ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് 4 ലക്ഷം പട്ടാളക്കാരെയാണ്. മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ഷീന പറയങ്ങാട്ടിൽ, CR മുരളീധരൻ, ഗീതാ ഗോപി, സജിന പർവിൻ, M സ്വർണലത, KM കിഷോർ കുമാർ, സുരേഷ് മാരാട്ട്, AG സുഭാഷ്, CK കൃഷ്ണകുമാർ, രജനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. VV പ്രദീപ്, ബിജോഷ് ആനന്ദൻ, TC ഉണ്ണികൃഷ്ണൻ എന്നിവർ സമ്മേളനത്തെ നിയന്ത്രിച്ചു. ലോക്കൽ സെക്രട്ടറിയായി മണി നാട്ടികയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി KR ബിജുവിനെയും തെരഞ്ഞെടുത്തു. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Gita Ravi Public School,
the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കോതകുളം ബീച്ച് പാത്താട്ട് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ നട തുറക്കലിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടന്നു. രാവിലെ നട തുറക്കൽ, ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, ദീപാരാധന എന്നിവയുണ്ടായി. ക്ഷേത്ര മേൽശാന്തി ചാത്തൻ മഠം കീഴ്ക്കാവ് ശരത് ശാന്തി മുഖ്യകാർമ്മികത്വം നിർവഹിച്ചു. തുടർന്ന് കോകില വട്ടപ്പരത്തി, ശിവാലയ വലപ്പാട്, നവയുഗ ചാമക്കാല എന്നീ ടീമുകളുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും നടന്നു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ പി കെ സുഭാഷ് ചന്ദ്രൻ, പി കെ മോഹനൻ, രഞ്ജിത്ത് പി പി കെ യതീന്ദ്രദാസ് എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക SN ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സെമിനാർ നടന്നു. NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അദ്ദേഹം ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ ജയ ബിനി GSB, പ്രധാനാധ്യാപിക മിനിജ R വിജയൻ, ഷൈജ EB, NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ്, NSS ലീഡർ ജന്ന ഫാത്തിമ എന്നിവർ സംസാരിച്ചു. ഞങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ കഥയൊക്കെ പറയാം. പിന്നെ അതൊരു ശീലമായിട്ട് മാറും. നമ്മുടെ NSSൻ്റെ ആളുകൾ മാത്രം പറയുമ്പോൾ ചിലപ്പോൾ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. NCCയുടെ വർക്കുകളൊക്കെ ചിലവേനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ NCCക്കാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഗവൺമെൻറ് കൂടി ചെയ്യുന്നുണ്ട്. അതിന് വീട് കൊടുത്ത് കൊടുക്കാൻ അത്തരത്തിലുള്ള പ്രവർത്തനമൊക്കെ ഞങ്ങൾക്ക് കൊടുക്കില്ല. NSSൻ്റെ ഗുണം എന്താ വെച്ചാൽ ആര് ചോദിക്കായിരുന്നു ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ബന്ധുബന്ധങ്ങൾ നിങ്ങൾ സ്വന്തമാണ്. ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യും. അത് തുടർച്ചയാവും. അതാണ് ആവശ്യം. അതായത് കോളേജ് സ്കൂളിൽ പഠിക്കുന്ന നേരത്ത് ചില ടീച്ചറോട് ഞങ്ങൾക്ക് കുറച്ച് കാശ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു വീഴ്ച കൊടുക്കും. ജീവിതത്തിൽ കൊടുക്കാൻ പറ്റും. ഞാൻ 108 സ്കൂളിൽ പോയി ലഹരിക്കരുത്. ഞാൻ കണ്ടുപിടിക്കുന്നില്ല, കഴിക്കുന്നില്ല. ഞാൻ മെഡിക്കൽ ഓഫീസറാണ്. എനിക്ക് അത്യാവശ്യം ഒരു 12 കുപ്പി മാസമുണ്ട് ഞങ്ങൾക്ക് കട്ടൻ കാപ്പിയായിട്ട് കഴിക്കുന്നത്. ജീവനുകളെ ഞങ്ങൾ വിലമതിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളോടുള്ള ഐക്യദാർഢ്യവും സ്നേഹവും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വിവിധയിടങ്ങളിൽ വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്തുമാണ് വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിട്ടാണ് രണ്ടിടത്തായി വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR നിഖിൽ, MS നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ KS അനിൽകുമാർ, ഷിനി സതീഷ്, PA ഷമീർ, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ശീതൽ ജോൺ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അത് ചില സമയങ്ങളിലെല്ലാം കുടിവെള്ളം ലഭ്യമാകുന്നതിന് പ്രയാസം നേരിടുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രയാസം നേരിടുന്നത് ചെറുതായെങ്കിലും പ്രശ്നം പരിഹരിക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എടത്തിരുത്തി 3-ാം വാർഡിൽ അങ്ങനെ നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 10 വാട്ടർ കിയോസ്കുകൾ നമ്മൾ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രദേശത്ത് ഒരു കുടം വെള്ളമെങ്കിലും എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ജനങ്ങളെ സഹായിക്കുക. കരാത്തെ ദോ ഗോജുക്കാൻ കസോക്കുക ഇന്ത്യയുടെ വാർഷിക ബ്ലാക്ക് ബെൽറ്റ് പരിശീലന ക്യാമ്പ് തൃപ്പയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തി. കരാത്തെ ദോ ഗോജുക്കാൻ നാഷണൽ പ്രസിഡന്റും കസോക്കുക ഇന്ത്യയുടെ ഇന്ത്യൻ പ്രതിനിധിയുമായ മധു വിശ്വനാഥ് പരിശീലനത്തിന് നേതൃത്വം നൽകി. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ വിവിധ സോണുകളിൽ നിന്നായി 100ഓളം ബ്ലാക്ക് ബെൽറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്.
ഇതിൽ 25ഓളം പേർ പുതുതായി ബ്ലാക്ക് ബെൽറ്റും വിവിധ ഡിഗ്രികളും കരസ്ഥമാക്കി. കരാത്തെ ദോഗോജുകാൻ അസോസിയേഷൻ കസുക്ക ഇന്ത്യയുടെ നാഷണൽ ക്യാമ്പ് ഇന്ന് TSG സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. 100-ലധികം ബ്ലാക്ക് ബെൽറ്റ്സാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര എന്നീ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നാണ് എല്ലാ ഇൻസ്ട്രക്ടേഴ്സും വന്നിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും തന്നെ ഭൂരിപക്ഷം പേരും ബ്ലാക്ക് ബെൽറ്റ്സാണ്. കുറച്ച് പേര് മാത്രം ബ്രൗൺ ബെൽറ്റ്സാണ്. അവർക്കിന്ന് എക്സാം ഉണ്ട്. ഈ 2 ദിവസമായിട്ട് ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചിട്ട് അവർ എക്സാം നടത്തി. ഇന്ന് അവർ ബ്ലാക്ക് ബെൽറ്റ് അവാർഡിങ് കൂടി നടത്തുകയാണ്. കുറച്ച് പേര് ഫസ്റ്റ് ഡിഗ്രി, കുറച്ച് സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി, ഇത്രയും ഡിഗ്രികളാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത്. ക്യാമ്പിന് എല്ലാ സോണിൽ നിന്നുള്ള, തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രസിഡന്റ്, എല്ലാ സോണിൻ്റെ പ്രസിഡന്റുമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. നാഷണൽ ബോഡിയുടെ മെമ്പേഴ്സാണ് ഇവരെല്ലാവരും. ಈ 2 ದಿನ ಕರಾತೆ ಕ್ಯಾಂಪ್ ತುಂಬ ಚೆನ್ನಾಗಿ ಮೂಡ್ ಬಂತು ಮತ್ತು ನಾವೆಲ್ಲ ತುಂಬ ಚೆನ್ನಾಗಿ ಟ್ರೈನಿಂಗ್ ಮಾಡಿದ್ವಿ. ಈ ಒಂದು ಕ್ಯಾಂಪಲ್ಲಿ 100ಕ್ಕೂ ಅಧಿಕ ಕರಾತೆ ಮಾಸ್ಟರ್ಸ್ಗಳು ಮತ್ತು ಬ್ರೌನ್ ಬೆಲ್ಟ್ಸ್ಗಳು ಈ ಒಂದು ಕ್ಯಾಂಪಲ್ಲಿ ಭಾಗವಹಿಸಿದರು. ಮತ್ತು ಇಲ್ಲಿ ಗ್ರೇಡಿಂಗ್ ಕೂಡ ನಡೀತು. ಫಸ್ಟ್ ಡಾನ್, ಸೆಕೆಂಡ್ ಡಾನ್, ಥರ್ಡ್ ಡಾನ್ಗೆ. കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻ നടത്തിയ ദേശീയ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ കത്ത വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ MM ധീര കീർത്തിനെ ചടങ്ങിൽ ആദരിച്ചു. കത്ത, കുമിത്തെ പരിശീലനത്തിന് പുറമെ ഇൻസ്ട്രക്ടേഴ്സിനുള്ള പ്രത്യേക പരിശീലനവും ക്യാമ്പിൽ നടത്തി. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. 4 ദിവസങ്ങളിലായി ശ്രീനാരായണപുരത്ത് നടത്തിയ മാമ്പഴ മഹോത്സവം സമാപിച്ചു. സമാപന ഉദ്ഘാടനവും മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ധാരാളം ഇനങ്ങൾ കേരളത്തിൽ മാമ്പഴ വളർത്തലുമായി, മാവ് വളർത്തലുമായി ബന്ധപ്പെട്ട അത്തരം പ്രത്യേക ഇനങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ഈ വിഭിന്നതയെ ജൈവവൈവിധ്യ ബോർഡും മറ്റുമൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായതിൽ ഒരെണ്ണം മാത്രമാണത്. അതിനെ സംരക്ഷിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കലും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മറ്റവസരങ്ങളും അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ശ്രീനാരായണപുരം പഞ്ചായത്ത് ഇത് ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ഗ്രന്ഥശാല താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുസ്താഖ് അലി, കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഡയറക്ടർ TP രഘുനാഥ്, സംഘാടക സമിതി വൈസ് ചെയർമാൻ KK അബീദലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്, CC ജയ, PN ഔഷാദ്,
സെക്രട്ടറി രഖന പി ആനന്ദ്, വാർഡ് മെമ്പർമാരായ KR രാജേഷ്, TS ശീതൽ, സെറീന, ടിബിൻ റോബർട്ട്, ഇബ്രാഹിംകുട്ടി, പ്രസന്ന ധർമ്മൻ, കൃഷി ഓഫീസർ അനുജ ലോനപ്പൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AK ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. മാവിന്റെ പ്രജനനം എന്ന സെമിനാർ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മിനി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PK രശ്മി വിഷയാവതരണം നടത്തി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരത്തിന്റെ ഉദ്ഘാടനം PM മുഹമ്മദ് സിദ്ദിഖ് നിർവഹിച്ചു. PM മോനിഷ്, US സിനിൽ എന്നിവർ മോഡറേറ്റർമാരായി. തുടർന്ന് തൃശൂർ ജനനയന ഫോക്ക് ഈവ് കലാപരിപാടിയും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാത്ത LDF സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ BJP അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം നടപ്പാക്കുന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ ഒരു കാരണവശാലും വേണ്ട രീതിയിൽ കേരളത്തിൽ നടപ്പാക്കില്ലെന്നാണ് പിണറായി വിജയന്റെ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം ഇല്ലാതാക്കുന്ന ഈ സർക്കാരിന്റെ നടപടിക്കെതിരായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ആവാസ് യോജന വളരെ വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ അത് നടപ്പാക്കിയത്. എന്ത് വില കൊടുത്താലും ഇവിടെ അത് നടപ്പാക്കില്ല. കുറെ പേര് മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് വരാൻ പാടില്ല. ഇതാണ് മുഖ്യ ലക്ഷ്യം. BJP അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാഗി പ്രദീപ് നേതൃത്വം നൽകി. പ്രതിഷേധ മാർച്ചിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു അണ്ടേഴത്ത്, EP ഹരീഷ്, BJP നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഗോകുൽ കരിപ്പള്ളി, സുനിൽ ദത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി TG രതീഷ്, പ്രസാദ് CG, K രഘുനാഥ്, ഷൈജു പള്ളിയിൽ, പ്രസീത എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം 18ാം കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമവും SSLC പരീക്ഷയിൽ വിജയം നേടിയവരെ അനുമോദിക്കലും നടത്തി. വാർഡ് പ്രസിഡന്റ് കാർത്തിക് നെടിയിരിപ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന കുടുംബസംഗമം DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി CK ഉല്ലാസ്, കരയാമുട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബ പ്രദീപ്, പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ സലീം എന്നിവർ സംസാരിച്ചു. സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രവും വിജ്ഞാനവും ഒക്കെ നമ്മൾ പ്രചരിപ്പിക്കാതെ തന്നെ ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് എന്തായിരുന്നു എന്ന രീതിയിൽ വ്യാപകമായി നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം 1971 നമ്മളും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധവും ആ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയായി പാകിസ്ഥാൻ കീഴടങ്ങിയതുമൊക്കെയായി ബന്ധപ്പെട്ട വീഡിയോകളും ഒക്കെ പ്രചരിപ്പിക്കുകയാണ്. 52 വയസ്സുള്ള നിർധനനായ ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. ഇരുവൃക്കകളും തകരാറിലായ ഏങ്ങണ്ടിയൂർ കൾച്ചർ കോളേജിന് കിഴക്ക് താമസിക്കുന്ന PDAക്കൽ ആനന്ദനാണ് തുടർ ചികിത്സയ്ക്ക് സഹായം തേടുന്നത്. ഇദ്ദേഹത്തിന്റെ 2 കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്. കൂടാതെ വീഴ്ചയിൽ നട്ടലിന് ഗുരുതര പരിക്കേറ്റ് കിടപ്പിലുമാണ്. ഭാര്യ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. 2 മക്കളുണ്ട്. വാടക വീട്ടിലാണ് താമസം. തൊഴിലാളിയായിരുന്ന ആനന്ദൻ 2 കണ്ണ് ആദ്യം തകരാറിലായി, കാഴ്ച നഷ്ടപ്പെട്ടു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കിഡ്നി 2 ഡാമേജ് ആയത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം വീട്ടുമുറ്റത്ത് വീണ് തണ്ടലിന് കാര്യമായ ക്ഷതം വരെയും പൂർണ്ണമായിട്ടും തളർന്നിപ്പോൾ കിടപ്പിലാണ്. ഭാര്യയും 3 മക്കളാണുള്ളത്. പ്രത്യേകിച്ച് വരുമാനമൊന്നും അവർക്കില്ല. ഭാര്യ ലോട്ടറിയാണ് വിറ്റ് ആണ് കുടുംബം കഴിച്ചിരുന്നത്. ഇപ്പോൾ ആനന്ദം കിടപ്പിലായത് കാരണം അവർക്ക് പണിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് യാതൊരു മാർഗം കുടുംബത്തെ സംബന്ധിച്ചില്ല. ഉദാര മനസ്സിലായ എല്ലാ നാട്ടുകാരുടെയും അലങ്കമഴിഞ്ഞ സഹായം ഈ കുടുംബത്തിന് ഉണ്ടാവണം എന്നാണ്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആനന്ദിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനായി കനറ ബാങ്ക് ചേറ്റുവ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. സുമനസ്സുകൾക്ക് ആനന്ദിന്റെ ചികിത്സയ്ക്കായി സഹായം ചെയ്യാവുന്നതാണ്. മുന്നേ അദ്ദേഹത്തിന് 2 കണ്ണും കാഴ്ചയില്ലാത്തൊരവസ്ഥ വന്നു. ആ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 2 കിഡ്നി വീക്കായി. അത്
ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഈ വാടക വീട്ടിൽ വെച്ചിട്ട് വീണ് അദ്ദേഹത്തിൻ്റെ തണ്ടൽ മുറിഞ്ഞു. വളരെ ദയനീയ അവസ്ഥയിൽ ഇപ്പോൾ വീട്ടിൽ ട്രീറ്റ്മെൻറ്റിലാണ്. 3 ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് തണ്ടൽ അനക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഈ പോണതൊക്കെ ആംബുലൻസിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ലോട്ടറി വിറ്റ് ചെറിയ തുച്ഛമായ സംഖ്യ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ ദയനീയാവസ്ഥയായ ആൾക്കാർക്ക് ഇവിടെ ആയതുകൊണ്ട് പഞ്ചായത്തിലെ നല്ല മനസ്സുള്ള ആൾക്കാർ കൂടി ഒരു മീറ്റിംഗ് കൂടി അതിൻ്റെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശങ്കടവ് യൂണിറ്റ് മണലൂർ ഫാമിലി ഹെൽത്ത് സെന്ററിന് വാട്ടർ ഡിസ്പെൻസർ സംഭാവനയായി നൽകി. മണലൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ചേർന്ന പൊതുയോഗത്തിൽ സമിതി പ്രസിഡന്റ് ജോയ് മോൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ്, ഡോക്ടർ അനു ബേബി, ഗ്രാമപഞ്ചായത്ത് അംഗം ബീന സേവ്യർ, വർഗീസ് P ചാക്കോ, PS സൂരജ് എന്നിവർ സംസാരിച്ചു. ജനങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ മെച്ചമായിട്ടുള്ള ആരോഗ്യ ചികിത്സാ സംവിധാനം കൊടുക്കുക, അതാണ് ഒരു ലോക്കൽ ബോഡിയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന പ്രവർത്തനം. അവാർഡുകളൊക്കെ മേടിക്കാം, അവാർഡുകളൊക്കെ കിട്ടിയ മേടിക്കാം, അതൊക്കെ എന്താ പറയേണ്ടത്, നമ്മൾ കുളി കഴിഞ്ഞിട്ട് പൊട്ടുവിടുമ്പോൾ മാതിരിയുള്ള ഒരു ചിലവ് കുറി മാത്രം ആയി പോകുന്നു. എന്നിരുന്നാലും ഇവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും അതുപോലെ തന്നെ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം അവാർഡുകളൊക്കെ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുള്ള എന്താ പറയുക കാറ്റഗറി പ്യൂരിഫയർ ബക്കറ്റ് ഏതാണെങ്കിലും ബ്രാൻഡായെങ്കിലും അത് നല്ല രീതിയിൽ പ്രവർത്തനം സജ്ജമാകട്ടെ. അതിന് ഇവർ മുൻകൈയെടുത്ത് ഇവർക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഊഷ്മമായ അഭിനന്ദനം നേരുന്നു. ഈ പരിപാടി സ്നേഹത്തിന്റെ ഭാഷ ഉൾക്കാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താന്യം പഞ്ചായത്ത് 11-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. റഷീദ് ഇടച്ചേരി ചടങ്ങിൽ അധ്യക്ഷനായി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികളായ അൽക്കന രാജേഷ്, ഷാബി നസ്രീൻ എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ സിദ്ദിഖ് കൊളത്തേക്കാട്ട്, രാമൻ നമ്പൂതിരി, സുബ്രഹ്മണ്യൻ പട്ടത്ത്, ഷൌക്കത്ത് അലി വലിയകത്ത്, ഹൈറുനീസ അഷ്റഫ്, ബഷീർ ശാന്തിപുരത്ത് എന്നിവർ സംസാരിച്ചു. ചിറക്കൽ കുറുമ്പിലാവ് സാന്റോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള സെവൻസ് ഫ്ലഡ് ഫുട്ബോൾ മേള സാന്റോസ് സോക്കർ 2025 തുടക്കമായി. കുറുമ്പിലാവ് SBHS ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വലിയകത്ത് ഷറഫുദ്ദീൻ വിന്നേഴ്സ് ട്രോഫിക്കും പുതിയ വീട്ടിൽ കൊച്ചു മുഹമ്മദ് ഹാജി മെമ്മോറിയൽ ക്യാഷ് അവാർഡിനും വെള്ളാമ്പറമ്പിൽ രാമൻ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിയും ക്യാഷ് അവാർഡുമാണ് വിജയികൾക്ക് നൽകുന്നത്. മെയ് 11 മുതൽ 18 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. കൺവീനർ തൗഫീഖ് പുതിയ വീട്ടിൽ, ജോയിന്റ് കൺവീനർ PM മോദിഷ്, KM ഷിയാസ്, CT രഞ്ജിത്ത്, ചെയർമാൻ EG രവീന്ദ്രൻ, വൈസ് ചെയർമാൻമാരായ ഗിരിജൻ പൈനാട്ട്, ജാബിർ കടവിൽ, KK രാജേഷ്, ട്രഷറർ ബദറുദ്ദീൻ പുതിയ വീട്ടിൽ, PA ഷാബു എന്നിവർ നേതൃത്വം നൽകി. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായ 7ാം ദിവസം 7 സെന്റ് സ്ഥലത്ത് മണ്ഡപം ഒരുക്കി ഇന്ത്യയിലെ ആദ്യ ഇന്ദിരാ പ്രിയദർശിനി സ്മാരകം എന്ന് പേര് ലഭിച്ച തളിക്കുളം ബീച്ചിലെ പ്രിയദർശിനി സ്മാരക മന്ദിരം 40 വർഷത്തെ കാലപ്പഴക്കത്തിന് ശേഷം പുനർനിർമ്മാണം പൂർത്തിയാക്കി വ്യാഴാഴ്ച 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ അധ്യക്ഷത വഹിക്കും. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉൾപ്പെടെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും. 1986 മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനാണ് പ്രിയദർശിനി സ്മാരക സമിതി മന്ദിരത്തിന് തറക്കല്ലിട്ടത്. നിർമ്മാണം പൂർത്തിയാക്കിയ അന്നത്തെ മന്ദിരം KPCC പ്രസിഡന്റ് CV പത്മരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബീച്ചിലെ ആദ്യത്തെ പൊതുനിർമ്മിതിയായിരുന്നു പ്രിയദർശിനി സ്മാരക മന്ദിരം. അന്ന് വിഭാവനം ചെയ്ത് പ്രഖ്യാപിച്ച പാർക്കാണ് ഇന്ന് സ്നേഹതീരമായി വളർന്നത്. പ്രിയദർശിനി സ്മാരക മന്ദിരത്തിൽ വിപുലമായ പൊതുവായനശാലയും സജ്ജമാകുന്നുണ്ട്. കയ്പമംഗലം ഗാർഡിയൻ ആശുപത്രി അത്യാധുനിക സജ്ജീകരണങ്ങളോടെ പ്രവർത്തനം പുനരാരംഭിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഹോസ്പിറ്റൽ CO ഷക്കീർ പദ്ധതി വിശദീകരണം നടത്തി. ഡയറക്ടർ ബിനി സുധീർ തഷ്ണാത്ത്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, KA മനോജ്, MD സുരേഷ്, ജനപ്രതിനിധികളായ ബീന സുരേന്ദ്രൻ, CJ പോൾസൺ, UI ഷമീർ, PK സുകന്യ, PA ഇസ്ഹാഖ്, ജിനൂബ് അബ്ദുൾ റഹ്മാൻ, PMS ആബിദിൻ, ഡയറക്ടർ ഷാജഹാൻ, ഡെപ്യൂട്ടി MD മുഹമ്മദ് സൈഫു, ഡയറക്ടർ ഡോക്ടർ ലാവണ്യ എന്നിവർ സംസാരിച്ചു. അത്യാധുനിക സജ്ജീകരണങ്ങളോടെ അത്യാഹിത വിഭാഗം, ലിഫ്റ്റ്, OP, ഡോക്ടേഴ്സ് OPകൾ,
ഓപ്പറേഷൻ തിയേറ്റർ, മെഡിക്കൽ ICU, മനോഹരമായ കോറിഡോർ ഉദ്യാനം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ഒരു ഗാർഡിയൻ സ്പെഷ്യൽ മൾട്ടി ഹോസ്പിറ്റലായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് ഡോക്ടർമാരും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തകരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയോട് കൂടി പോകുന്ന ഈ ഹോസ്പിറ്റലിന് നമ്മുടെ തീരദേശത്തെ ഏറ്റവും പ്രിയപ്പെട്ട. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവീകരിച്ച വലപ്പാട് ആശുപത്രിയിലെ ഡെന്റൽ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. BJP അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എഴുത്തുകാരി ജ്യോതി ശ്രീനിവാസന്റെ ഒറ്റമുറിയിലെ സൂര്യൻ എന്ന ആത്മകഥാ കുറിപ്പുകൾ പ്രകാശനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.